ഫ്ലാബോഗാസ്റ്റഡ്, ഈസി ഡെഫിനിഷൻ. എനിക്ക് തോന്നുന്നു ഇതുവരെ റിലീസായതിൽ ഏറ്റവും ഓൾഡസ്റ്റ് മൂവി ആയിരിക്കും. അല്ല, ഏറ്റവും പഴക്കമാർന്ന മൂവി ആദ്യമായിട്ട് റീമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു വടക്കും വീരകഥയാണ്. ഈ മാസ്റ്റേഴ്സ് അക്കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിൻ്റെ മികവെന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമുക്ക് റീമാസ്റ്റർ ചെയ്യുമ്പോഴും അതിൻ്റെ യാതൊരു ആസ്വാദികത അതൊരു കുറവ് വരുന്നില്ല. ഭയങ്കര ഫ്രഷായിട്ടും ഭയങ്കര റെലവൻ്റായിട്ടും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നു ഇവരുടെ എല്ലാവരുടെയും വർക്ക്. എങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള ഒരു ചിത്രീകരണം നടത്തിയെന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. ഞാൻ ആക്ച്വലി ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം അർഹനാണ് ഇതിനെക്കുറിച്ച് അധികം വിലയിരുത്താനും ഇതിനെക്കുറിച്ചൊരു ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും ഓൾഡായിട്ട്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് റിലീസായ ഒരു സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഒരു ഭയങ്കര സറിയല, ഭയങ്കര അൺറിയല. എൻ്റെ അടുത്ത് അച്ഛനേക്കാളും അന്നത്തെ കഥകളും അന്ന് നടന്നിരുന്ന ഇവരുടെ സൗഹൃദങ്ങളൊക്കെ പറ്റി മമ്മൂക്കയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ബേസിക് ഒരു അറിവുണ്ട്. അവരുടെ ഓരോ പഴയ സിനിമകളും ടി വിയിലായാലും ഇങ്ങനെ റിലീസ് വന്നിട്ട് കാണുമ്പോഴായാലും മമ്മൂക്ക ഈ പറഞ്ഞ കഥകളായിട്ട് വെച്ച് റിലേറ്റ് ചെയ്ത് എനിക്ക് അന്നത്തെ സന്ദർഭത്തിനെയും ഇപ്പോൾ അവർ തമ്മിൽ ഒരു ഫൈറ്റ് സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോൺടാക്റ്റിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിളാണ്. ആ ഒരു അവസ്ഥ തന്നെ അന്നത്തെ അവരുടെ ആ ഒരു സൗഹൃദത്തിനെ ഭയങ്കരമായിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. ശേഷം നമ്മൾ ബിഗ് സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കുമ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു ബോഡി ടു ബോഡി കോൺടാക്റ്റും ഒക്കെ തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടും ഫാൻസിൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അതിനെ കൊറിയോഗ്രാഫ് ചെയ്യുന്നതൊക്കെ. പക്ഷെ അന്നത്തെ ആ ഇങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്തൊരു പരിപാടി അതിനകത്ത് ഈ സിനിമയിൽ എല്ലാ പഴയ സിനിമകളിലും അത് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അറിയില്ല. ഞാൻ വേറെ പരിപാടിയായിട്ട് തനിയായിട്ട് നടക്കുക, അച്ഛൻ്റെ പരിപാടിയായിട്ട് പോകുക. അതുകൊണ്ട് അധികം ഇതിനെപ്പറ്റി ഞാനും അച്ഛൻ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛൻ വരാൻ സാധിച്ചില്ല, ഡൽഹിയിലായിരുന്നു. അച്ഛനും കാണാൻ ആഗ്രഹം ഉണ്ടാവും ഡെഫിനറ്റ്ലി. അച്ഛനും വന്ന് അതെ അച്ഛനും ഈ സിനിമ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അച്ഛനും ആഗ്രഹം കാണും. എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛൻ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അച്ഛൻ്റെ ചെറുപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെയും ഒരു ഭാഗ്യം. എന്നാണെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളായാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ടല്ലോ. അത് തന്നെ അത്രയും ചെറുപ്പത്തിൽ സ്റ്റിൽ ഇന്നത്തെ കിഡ്സിന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഭയങ്കര മെറ്റിക്കുലസ് ആയിട്ട് ഈ വെപ്പൺസും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ട്രെയിനിങ് കാരണം അത്രയും ദിവസം നമ്മൾ ഷൂട്ട് ഉണ്ടായിരുന്നു. കളരിയുടെ ട്രെയിനിങ് ആണെങ്കിലും ഹരിഹരൻ സാറുടെ ഡയറക്ഷൻ ആണെങ്കിലും രണ്ടും. എനിക്ക് സുരേഷ് ഏട്ടനും മമ്മൂക്കായിട്ടുള്ള ഫൈറ്റില്ലേ, ആ ആൽത്തറയമ്മലുള്ളത് രസമായിട്ടാണ് ചെയ്തത്. പല ജമ്പുകളും അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സാധനങ്ങൾ അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മിക്ക സാധനങ്ങളും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക്സ്. നിന്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയത് ഭയങ്കര സംഭവമല്ലേ, വല്ലാത്തൊരു ഫീലാണ് തീർച്ചയായിട്ടും. നൊസ്റ്റാൾജിയ എനിക്ക് അച്ഛൻ പറയാറൊക്കെ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒക്കെ? ഇല്ല, മമ്മൂക്ക എൻ്റെ അടുത്ത് കൂടുതൽ അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും അന്നത്തെ സിനിമേൻ്റെ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നൊക്കെ മമ്മൂക്കായിരുന്നു പറഞ്ഞു തന്ന് കുറച്ചെങ്കിലും അറിവുള്ളൂ. അച്ഛനായിട്ട് അങ്ങനെ കഥകളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമയിൽ തമ്മിൽ ഇവർ സംസാരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോഴായാലും ആ ബോഡി കോൺടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിലും അവർ കംഫർട്ടബിളാണ് ഭയങ്കര. അപ്പോൾ അതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നല്ല രസം. അതെ ഒന്നല്ലല്ലോ ഇങ്ങനെ സ്റ്റേജ് ആയിട്ട് ഒരാളെ പോലും നമുക്ക് വിടാൻ പറ്റില്ല. ജോണി അങ്കിളിനെ ആയാലും അതെ, ഭീമൻ രഘു സാറായാലും എല്ലാവരും, ബാലഗംഗാധർ സാറായാലും എല്ലാവരും അതിൽ പെർഫോമേഴ്സ്, ഈവൻ ലേഡി ആക്ടേഴ്സ്, മാധവി മാം, ഗീത മാം, എല്ലാവരും ഗ്രേറ്റ്നെസ് ഇപ്പോഴാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ തിരിച്ചറിയുന്നത്. അത്രയും കോംപ്ലക്സിറ്റി ഉണ്ട്. അത്രയും കോംപ്ലക്സ് അല്ലേ അവരുടെ ഇമോഷൻസ്. അതെ ഈവൻ മമ്മൂക്കനെ ചേട്ടൻ ഡെപ്പിക്ട് ചെയ്യുമ്പോൾ പോലും എന്തൊരു രസം. മമ്മൂക്കയ്ക്ക് ഈസി ആയിട്ട് ക്യാരി ഓവർ ആവാൻ പറ്റുന്ന തരത്തിലാണ് ചേട്ടൻ
ചന്ദുവിനെ ഡെപ്പിക്ട് ചെയ്ത് കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് എങ്ങനെ ചെയ്തത്, എന്താ എനിക്ക് അന്ന് കിട്ടി ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് അറിഞ്ഞൂടാ. കാരണം ഹരിയൻ സാർ കൃത്യമായിട്ട് ഫീഡ് ചെയ്തതുകൊണ്ടാണ്. അതെ, സാർ അത് Still for a child to do this is impeccable. അടിപൊളി. ബ്ലെസ്സിങ് ആണ് നമുക്ക് അങ്ങനെ പറ്റി എന്നുള്ളത്. വീണ്ടും ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റി എന്ന് പറയുമ്പോൾ അതെ അതെ, എന്തായാലും എല്ലാവരും സിനിമ ആണ്. ഓക്കെ, താങ്ക് യു. ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. Thank you.